ഓം ശാന്തി. ഞാൻ ഡോക്ടർ മൈഥിലി, മട്ടന്നൂർ SM ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. ഞാൻ ബ്രഹ്മകുമാരീസിൽ 33 വർഷങ്ങളായി രാജയോഗം അഭ്യസിക്കുന്ന ഒരു ഡോക്ടറാണ്. ഈ രാജയോഗത്തിൽ കൂടി എനിക്ക് കുറേ സത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാനും സത്യമായ ഇന്നർ ബ്യൂട്ടി എന്താണെന്ന് അറിയാനും ഏത് പരിതസ്ഥിതികളിലും എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നതിനെ പറ്റിയും എല്ലാം ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മകുമാരീസിൻ്റെ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന രാജയോഗിനി ഡോക്ടർ പ്രകാശ് മണി ദാദിജിയുടെ 18ാമത്തെ പുണ്യസ്മൃതി ദിവസമാണ് ഓഗസ്റ്റ് 25-ാം തീയതി. ആ ദിവസം വിശ്വ സാഹോദര്യ ദിവസമായിട്ട് ആഘോഷിച്ചു വരികയാണ്. ബ്രഹ്മകുമാരീസിൻ്റെ സോഷ്യൽ സർവീസിൽ നിന്ന് വിശ്വ സാഹോദര്യ ദിവസത്തിൻ്റെ പ്രതീകമായി ഒരു മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നു. ഇത് ദേശീയ തലത്തിൽ നടക്കുകയാണ്. ഓഗസ്റ്റ് 22-ാം തീയതി മുതൽ ഓഗസ്റ്റ് 25-ാം തീയതി വരെ. ഇതൊരു അന്തർദേശീയ തലത്തിൽ നടക്കുന്ന ഒരു മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിനാണ്. ഇത് ബ്രഹ്മകുമാരീസിൻ്റെ എല്ലാ സേവാ കേന്ദ്രങ്ങളിൽ കൂടിയും നടത്തി വരുന്നു. ഇതിലേക്ക് വേണ്ടി ഞാൻ എല്ലാ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പ്രാപ്തരായിരിക്കുന്ന അഥവാ യോഗ്യരായിരിക്കുന്ന എല്ലാവരെയും ഇതിലേക്ക് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. കണ്ണൂരിൽ ഇത് ഓഗസ്റ്റ് 22-ാം തീയതിയും 23-ാം തീയതിയും ആയി കണ്ണൂരിലും തലശ്ശേരിയിലും തളിപ്പറമ്പിലുമായി നടക്കുന്നുണ്ട്. കണ്ണൂരിൽ കോളേജ് ഓഫ് കോമേഴ്സിൽ 22-ാം തീയതി രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന് ചില ക്രൈറ്റീരിയകൾ ഉണ്ട്. അതായത് ഹീമോഗ്ലോബിൻ ലെവൽ 12.5 ഗ്രാം മില്ലി ഡെസിലിറ്ററിൽ കുറയാൻ പാടില്ല. വെയ്റ്റ് 45 കിലോഗ്രാമിൽ കുറയാൻ പാടില്ല. ഏജ് 18 മുതൽ 65 വയസ്സ് വരെയുള്ളവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിൽ ആർക്കും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം 300 മുതൽ 350 മില്ലി ബ്ലഡ് മാത്രമേ ഒരു സമയത്ത് എടുക്കുകയുള്ളൂ. അതും 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ ബോഡി അത് തിരിച്ചു നൽകുന്നുമുണ്ട്. ഇനി ഈ ബ്ലഡ് എടുക്കുന്നതും വളരെ നല്ല പ്രിക്കോഷനിലെ കൂടി, അതായത് നല്ല സേഫ്റ്റി ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. സ്റ്റെറൈൽ കണ്ടീഷനിൽ കൂടിയാണ് ഈ ബ്ലഡ് എടുക്കുന്നത്. അതിനാൽ ഇൻഫെക്ഷൻസ് വരുമെന്ന പേടിയും വേണ്ട. ഇനി മറ്റ് അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ, ഇനി വല്ല ഇൻഫെക്ഷൻസ് ഉള്ളവരാണെങ്കിൽ ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. സ്ത്രീകൾക്ക് തൻ്റെ മെൻസ്ട്രേഷൻ പീരീഡിലും ലാക്ടേറ്റിംഗ് പീരീഡിലും പ്രഗ്നൻസി പീരീഡിലൊന്നും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ക്രൈറ്റീരിയകൾ ഫോളോ ചെയ്യുന്നവർക്ക് തീർച്ചയായും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഇനി ഈ ബ്ലഡ് എടുത്താലും അത് 3 പേർക്ക് ശരിക്കും ഉപയോഗപ്രദമാകുന്നുണ്ട്. അതായത് ഈ ബ്ലഡ് 3 തരത്തിലായിട്ട് മാറുകയാണ്. പാക്ട് സെല്ലും പ്ലാസ്മയും പ്ലേറ്റ്ലെറ്റും.
ബ്ലഡ് തീരെ കുറഞ്ഞ അസുഖമുള്ളവർക്കാണ് പാക്ട് സെല്ലായിട്ട് നൽകുന്നത്. ഇനി ബോഡി ഫ്ലൂയിഡ്സ് നഷ്ടമാകുന്ന ബേൺസ് തുടങ്ങിയ കണ്ടീഷൻസിൽ പ്ലാസ്മയായിട്ട് നൽകുന്നു. പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞ അസുഖമുള്ളത്, അതായത് ഡെങ്കി ഫീവർ മുതലായ രോഗങ്ങൾക്ക് പ്ലേറ്റ്ലെറ്റാണ് നൽകുന്നത്. അതുകൊണ്ട് ഈ ബ്ലഡ് ഡൊണേഷനിൽ കൂടി ധാരാളം പേർക്ക് നമുക്ക് സഹായിക്കാൻ കഴിയും, ധാരാളം പേരെ രക്ഷപ്പെടുത്താൻ കഴിയും. സർജറി ടൈമിൽ അല്ലെ ആക്സിഡൻറ്റ് ടൈമിലൊക്കെ വളരെ എമർജൻസി ആയിട്ടൊക്കെ ബ്ലഡ് നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ എല്ലാ പ്രതിസന്ധികളിലും വളരെ അധികം നമുക്ക് സഹായിക്കാൻ കഴിയുന്ന ഒരു പദ്ധതി കൂടിയാണ് ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ കൂടി നാം ചെയ്യുന്ന ഒരു സേവനം. അതുകൊണ്ട് ഈ മഹത്തായ സേവനത്തിലേക്ക് വേണ്ടി എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഈ മെഗാ ബ്ലഡ് ഡൊണേഷൻ ഒരു വലിയ സക്സസ് ആകട്ടെ എന്ന് ഞാൻ എൻ്റെ ശുഭമായ ആശംസകൾ നേരുകയാണ്. ഓം ശാന്തി.